നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കൾക്കുമെതിരെ അതീവ അധിക്ഷേപകരവും വ്യാജവുമായ പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് മുൻ താരവുമായ ജാൻമണിക്കെതിരെ ബിജെപിയും മഹിളാ മോർച്ചയും നിയമ നടപടികളിലേക്ക്. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി പോലീസിൽ പരാതി നൽകി. സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ച് പരാതി കൈമാറാനാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. കൂടാതെ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ച നാളെ പരാതി നൽകും. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചൊരു വീഡിയോയിലാണ് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ജാൻമണി വ്യക്തിപരമായി അവഹേളിച്ചത്. പ്രധാനമന്ത്രിയുടെ പിതാവായ പരേതനായ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും മാതാവ് ഹീരാബെൻ മോദിയെക്കുറിച്ചും പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും നീചവുമായ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഇവർ ഉന്നയിക്കുന്നത്. വിവാദമായ വസ്തുതാവിരുദ്ധ പരാമർശം ഇങ്ങനെയായിരുന്നു: 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്. എന്നാൽ നരേന്ദ്രമോദി ജനിച്ചത് 1950. ആദ്യം അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിച്ച ജാൻമണിയുടെ വിവാദമായ വാക്കുകൾ. എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ജാൻമണി പ്രചരിപ്പിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്ന് 1989 തന്റെ 74-ാം വയസ്സിലാണ് നരേന്ദ്രമോദിയുടെ പിതാവ് ദാമോദർ ദാസ് മുൽചന്ദ് മോദി അന്തരിച്ചത്. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദി 2022 അന്തരിച്ചത്. വസ്തുതകൾ ഇതായിരിക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പരേതരായ മാതാപിതാക്കളെ ചേർത്ത് അതീവ നികൃഷ്ടമായ ഭാഷയിൽ നടത്തിയ അധിക്ഷേപം ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സംഭവം വൻ വിവാദമാവുകയും സൈബർ സെല്ലിൽ പരാതികൾ ഉയരുകയും ഭീഷണി സന്ദേശങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തതോടെ ജാൻമണി ഇൻസ്റ്റഗ്രാമിൽ പരസ്യമായി മാപ്പപേക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു. രാവിലെ മുതൽ ഭീഷണി സന്ദേശങ്ങൾ വന്നപ്പോഴാണ് സുഹൃത്തുക്കൾ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞതെന്നും തുടർന്ന് വീഡിയോകൾ നീക്കം ചെയ്യിച്ചതായും ജാൻമണി പറഞ്ഞു. തന്റെ കയ്യിൽ നിന്നും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് വിവരങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതെന്നും തമാശയായി കണ്ട് ക്ഷമിക്കണം എന്നുമാണ് ഇവർ നൽകിയ വിശദീകരണം. അതേസമയം ജാൻമണിയുടെ മാപ്പപേക്ഷ ബിജെപി തള്ളി. വെറുമൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് വിഷയം അവസാനിപ്പിക്കാനാവില്ല എന്ന് വ്യക്തമാക്കി ബിജെപി രംഗത്തെത്തി. ഇത് ഭാഷാപരിമിതി മൂലമുണ്ടായ തെറ്റല്ലെന്നും ബോധപൂർവ്വം നടത്തിയ അധിക്ഷേപമാണെന്നും ആരോപിച്ച ബിജെപിയും മഹിളാ മോർച്ചയും ജാൻമണിക്കെതിരായ മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനും ലൈക്കുകൾ വാരിക്കൂട്ടാനും വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കളെയും വരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിച്ച ജാൻമണിക്ക് ഒടുവിൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായപ്പോഴേക്കും കൈവിട്ടുപോയിരുന്നു. ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ തെറ്റി മനസ്സിലായി എന്നൊക്കെയുള്ള കുട്ടിക്കളി ന്യായീകരണങ്ങൾ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ മാപ്പപേക്ഷിച്ച് തടിയൂരാൻ നോക്കിയെങ്കിലും അതൊന്നും ബിജെപിയുടെയും മഹിളാ മോർച്ചയുടെ മുന്നിൽ വിലപ്പോവില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഭീഷണി സന്ദേശങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മാത്രം ബോധോദയം ഉണ്ടായി ഇവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം.